കോഴിക്കോട് മാവൂരിൽ സ്വകാര്യ ബസ് ടിപ്പർ ലോറിക്ക് പുറകിലിടിച്ച അപകടമുണ്ടായി 14 പേർക്ക് പരിക്കേറ്റു. ഷിത ജഗത്തുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷിത, എപ്പോഴാണ് ഈ അപകടം സംഭവിച്ചത്? പരിക്ക് കാര്യമുള്ളതാണോ? രേഷ്മ, ഒരു 11:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. പരിക്ക് ആരുടെയും പരിക്ക് അത്ര ഗുരുതരമുള്ളതല്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ബസ്സാണ് മാവൂര് ഭാഗത്തു നിന്നും കോഴിക്കോടേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ഇടിച്ചത്. ആ ബസ്സിന്റെ മുൻവശം നമുക്ക് കാണാം. ടിപ്പർ ലോറിക്ക് പിന്നിൽ ബസ് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ടിപ്പർ ലോറി പെട്ടെന്ന് നിർത്തുകയും അതോടുകൂടെ ബസ് ടിപ്പർ ലോറിയുടെ പിന്നിൽ വന്ന് ഇടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അതിൽ 14 പേർക്കാണ്, 2 കുട്ടികളടക്കം 14 പേർക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 2 പേർ പുറത്തേക്ക് വീണിട്ടുണ്ട് എന്നുള്ളതാണ്. ബസ്സിലുണ്ടായിരുന്ന ആളുകൾ പക്ഷേ ആ കാര്യത്തിൽ നമ്മളടുത്തൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ആരുടെയും പരിക്ക് അത്ര ഗുരുതരമുള്ളതല്ല. ഈ ബസ് നമുക്ക് കാണാം, ബസ്സിന്റെ മുൻഭാഗം മുഴുവൻ തകർന്നിട്ടുണ്ട്. നിങ്ങൾ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? ഇപ്പോൾ വന്നതാണ്. നിങ്ങൾ ഉണ്ടായിരുന്നോ? ബാക്കിൽ വന്നാണ്. അപ്പോൾ ടിപ്പർ ചവിട്ടി, ബസ്സും ചവിട്ടി. അതിൽ പെട്ടെന്ന് ഇതിന് ബ്രേക്ക് കിട്ടില്ല, അങ്ങനെയാണ് സംഭവിച്ചത്. ഈ ആളുകൾ റോഡിലേക്ക് തെറിച്ചു വീണിരുന്നോ? ഇല്ല, ഒരാള് ചെറുങ്ങനെ ഒന്നും കൂടി വീണു. എത്ര ഒരാള് അല്ല, കാര്യമായിട്ടുള്ള പരിക്കൊന്നുമില്ല. ചെറുങ്ങനെ അടിമുടിയൊക്കെ ചെറുങ്ങനെ മുട്ടിപ്പോയ പരിക്കുള്ളൂ, കാര്യമായിട്ടുള്ള പരിക്കൊന്നും. ഈ ടിപ്പർ പെട്ടെന്ന് ബ്രേക്ക് ഇടാ, അതിന്റെ പിന്നിൽ പിന്നെ വേറൊരു കാരണമുണ്ട്. ഇവിടെ ഒരു കട്ടറുണ്ട്, അത് ഭയങ്കര കുഴിയുണ്ട്. അത് പെട്ടെന്ന് ഡ്രൈവർമാർ കാണൂല. അത് പെട്ടെന്ന് ടിപ്പറിന്റെ ഡ്രൈവർ കണ്ടതിൽ ചവിട്ടി. അതും പെട്ടെന്ന് ചവിട്ടിയിൽ ബ്രേക്ക് കിട്ടിയില്ല. ഞാൻ സംഭവിച്ചാണ് ഡ്രൈവർ പറഞ്ഞു. ഡ്രൈവർ ഉണ്ടായി. ബസ് വേഗതയിലായിരുന്നു? അല്ല, മാക്സിമം സ്പീഡ്. ഇത് RIC മുക്കം കോഴിക്കോടേക്ക് പോവാണ്. അല്ല, ആളൊന്നും ഇല്ല, ഒരു കുറച്ചാളുള്ളൂ. ഇതാണ് ഈ ബസ്സിന്റെ ഒരു അവസ്ഥ. ഇങ്ങനെയാണ് നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. ബസ്സിന്റെ മുൻഭാഗം മുഴുവനായിട്ടും തകർന്നിട്ടുണ്ട്. ഈ ബസ്സിന് മുന്നിലുണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ അവരും പറയുന്നത് തന്നെയാണ്. ബസ്സിന്റെ മുൻപിൽ ഉണ്ടായിരുന്ന ഒരാൾ പുറത്തേക്ക് തെറിച്ച് വീണിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ ഒരു അപകടം പറ്റിയിട്ടും വലിയ ഗുരുതരമായ പരിക്കുകളൊന്നും തന്നെ ആർക്കും ഉണ്ടായിട്ടില്ല. തലയ്ക്ക് ചെറിയ പരിക്കുള്ള ആളുകളെല്ലാം തന്നെ CT സ്കാനിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ CT സ്കാനിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബസ്സിന്റെ പിൻഭാഗത്ത് പെട്ടെന്നുള്ള ചവിട്ടാണ്, പെട്ടെന്ന് ഇടിയുടെ ആഘാതത്തിൽ ബസ്സിന്റെ പിൻഭാഗത്ത് ഉൾപ്പെടെയുള്ള പരിക്കുകളുണ്ട്. സ്വാഭാവികമായിട്ടും യാത്രക്കാർ മുന്നിലോട്ട് തെറിച്ചു വീഴുക എന്നുള്ളത് ഈ പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അങ്ങനെയുള്ള ഒരു അപകടം കൂടിയാണ്. മുക്കത്ത് നിന്നും കോഴിക്കോടേക്ക് പോകുന്ന ഒരു ബസ്സാണിത്. ബസ്സിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. 2 കുട്ടികളടക്കം 14 പേർക്കാണ് ഇപ്പോൾ പരിക്കുള്ളത്. 14 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. രേഷ്മ. ശരി ഷിത.